ഷെറിൻ അബു അഖ്ലെ എന്ന് പറഞ്ഞിട്ടൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അൽ ജസീറ അറബിക്കിൻ്റെ വെസ്റ്റ് ബാങ്കിലുള്ള റാമല്ലയുടെ ജേർണലിസ്റ്റായിരുന്നു. ഷെറിൻ അബു അഖ്ലെ മെയ് 2022 മെയ് 11 ഇസ്രായേൽ വെടിവെച്ച് കൊല്ലുന്നത് ജെനിൻ, വെസ്റ്റ് ബാങ്കിലെ ജെനിനിൽ വെച്ച്. ജെനിനിലൊരു മിലിറ്ററി റെയ്ഡ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് അവരെ കൊല്ലുന്നത്. ഈ ഷെറിൻ അബു അഖ്ലെ കൊല്ലപ്പെട്ടത് ലോകത്ത് വലിയ ചർച്ചയായതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഷെറിൻ അബു അഖ്ലെ എന്ന് പറയുന്നത് ഫലസ്തീനിലെ ആദ്യത്തെ വനിതാ ടെലിവിഷൻ ജേർണലിസ്റ്റായിരുന്നു. അവർ 55 വയസ്സുണ്ട്. അവർക്ക് കൊല്ലപ്പെടുമ്പോൾ 54-55 വയസ്സുണ്ട്. അവരെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പൊതുവായൊരു വാക്കുണ്ട്, ഹൗസ് ഹോൾഡ് നെയിം ഓഫ് അറബ്സ് എന്നാണ്. വെച്ചാൽ മുഴുവൻ അറബ് ദേശത്തെയും എല്ലാവർക്കും അറിയാവുന്ന, അവരുടെ ഒരു വീട്ടുകാരിയെപ്പോലെ അറിയാവുന്ന ഒരാളാണ്. കാരണം അൽ ജസീറയാണ് ഏറ്റവും കൂടുതൽ വീക്ഷിക്കപ്പെടുന്ന ടി വി. അൽ ജസീറയുടെ സ്ക്രീനിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് ഷെറിൻ അബു അഖ്ലെ. ഭയങ്കര നല്ല രസമാണ് അവരുടെ റിപ്പോർട്ടിങ് കാണാൻ. അപ്പോൾ അവർ കൊല്ലപ്പെട്ട ശേഷം അവരുടെ സെറിമോണിയൽ സർവീസിന് വേണ്ടി അവരുടെ ബോഡി കൊണ്ടുപോകുമ്പോൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സർവീസായിരുന്നു. അവരുടെ ബോഡി ജെറൂസലേമിലെ പുരാതനമായ ചേർച്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ബോഡി, അവരുടെ മൃതദേഹം, ആ ശവപേടകം ഏന്തിയ ആളുകൾ ഇസ്രായേലി സൈന്യം അടിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ശവപ്പെട്ടി താഴേക്ക് വീഴുന്നു. അത്രത്തോളം ഇസ്രായേലിന് അവരോടുള്ള വെറുപ്പ് അറിയാൻ വേണ്ടി അവർ. അപ്പോൾ അവരുടെ സർവീസ് നടക്കുമ്പോൾ ജെറൂസലമിലെ 13 പള്ളികളിൽ പള്ളിമണികൾ അടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാസയുടെ നേതാവ് കൊല്ലപ്പെട്ടാൽ അങ്ങനെ സംഭവിക്കും. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഗസയിൽ കൊല്ലപ്പെടുന്നില്ല, ഇസ്രായേൽ കൊല്ലുന്ന ജേർണലിസ്റ്റുകളെല്ലാം ഹമാസാണ്, അല്ലെങ്കിൽ ഹമാസിൻ്റെ ആളുകളാണെന്നാണല്ലോ ഇവിടെയൊക്കെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഷെറിൻ അബു അഖ്ലെ വിശ്വാസപരമായ ഒരു മുസ്ലിം പോലും അല്ലാത്ത ഒരാളാണ്. അവർ പലസ്തീനിലല്ല, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വനിതാ മാധ്യമം, US സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നു. അവർ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്ന ആളാണ്. അവരെ കൊല്ലുന്നു. അവരുടെ സെറിമോണിയൽ സർവീസ് പോലും ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇസ്രായേൽ പെരുമാറിയത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഈ ഷെറിൻ അബു അഖ്ലെയെ കുറിച്ച് അറബ് മാധ്യമങ്ങൾ ഉപയോഗിച്ച ഹൗസ് ഹോൾഡ് നെയിം എന്ന് പറഞ്ഞതുപോലെ ആ നിലക്ക് പറയാവുന്ന ഒരാളാണ് ഇദ്ദേഹം സാലിഹ് ജഫ്രാവി എന്ന് പറയുന്നത്. കാരണം ഇന്നലെ പുലർച്ചെയാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. 760 കഴിഞ്ഞ ഒക്ടോബർ 8 മുതൽ മിനിയാന്ന് വരെ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 765 ദിവസമായി ആ മനുഷ്യൻ ഇങ്ങനെ എല്ലാ ദിവസവും ഗസയിൽ നിന്ന് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാലെ ഏതെങ്കിലും ഒരു മീഡിയ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു ജേർണലിസ്റ്റ് അല്ല, പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു കരിയർ ജേർണലിസ്റ്റ് അല്ല. അയാളൊരു ഇൻഫ്ലുവൻസർ എന്ന് നമ്മളിപ്പോൾ പറയുന്ന തരത്തിലുള്ള ഒരു ആളാണ്. ഇൻസ്റ്റഗ്രാം റീലുകളിൽ, ടിക്ടോക്കുകളിലൂടെയാണ് അദ്ദേഹം ലോകത്തോട് സംസാരിച്ചത്. 765 ദിവസം. ഈ ഒക്ടോബർ 7 ശേഷമുള്ള പുള്ളിയുടെ ആദ്യത്തെ റീൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസിൻ്റെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പോകുന്നതാണ് ഫസ്റ്റ് റീൽ എന്ന് പറയും. അന്ന് മുതൽ ഇങ്ങനെ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ഫോണിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കൂടെ ഇരിക്കുന്ന ഒരാൾ പോയി എന്ന ഒരു ഫീലാണ് ഉണ്ടായത്. കാരണം അത്രയ്ക്ക് നമ്മൾ പരിചിതനായി. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 28 വയസ്സേ ഉള്ളൂ കേട്ടോ, അത് മനസ്സിലാക്കണം. അത് എന്തെങ്കിലും നമ്മുടെ ഒരു കൺവെൻഷണൽ സ്റ്റൈലൊരു ടെലിവിഷൻ റിപ്പോർട്ടിംഗ് അല്ല. ഓരോ ഫുട്ടേജസ് എന്താണ് നടക്കുന്നത് ഇങ്ങനെ കാണിക്കുക, അതിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള കോമൻറ്റ്സ് തരിക. അത് തന്നെ നിഷാദ് ഒരു കാര്യം പരിശോധിക്കുക. ഈ 765 ദിവസം സാലിഹ് ജഫ്രാവി തന്നിട്ടുള്ള അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റീലുകളിൽ മഹാഭൂരിപക്ഷവും അത് സന്തോഷത്തിൻ്റെയും ചിരിയുടെയും കളിയുടെയും പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും കഥകളാണ്. ഗസയിൽ നിന്നുള്ള ഡെസ്പെയർ ലോകത്ത് അറിയിക്കുക. അവിടെ നടക്കുന്ന ബോംബിംഗ് പുള്ളി കാണിക്കുന്നുണ്ട്, ആക്രമണം കാണിക്കുന്നുണ്ട്, ഇവാക്വേഷൻ കാണിക്കുന്നുണ്ട്, ആളുകൾ കൊല്ലപ്പെടുന്നത് കാണിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് ഏതെങ്കിലും ടെൻറ്റിൽ പോയി കുട്ടികളുമായിട്ട് ഇരുന്ന് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞങ്ങളിങ്ങനെ എന്തോ ഭയങ്കരമായൊരു കഷ്ടപ്പാടിലാണ്, അല്ലെങ്കിൽ സ്റ്റോറി ഓഫ് ഡെസ്പെയർ അല്ല. എപ്പോഴും പ്രതീക്ഷയുടെ കഥകളാണ്, ആവേശത്തിൻ്റെ കഥകളാണ്, സർവൈവലിൻ്റെ കഥകളാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പം നെതന്യാഹു നെസറ്റിൽ പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊത്തം ഈ ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റിൽ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, പ്രോപ്പഗാൻഡയിൽ ഇസ്രായേൽ തോറ്റുപോയി, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി. അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരാളാണ് ഈ ചെറുപ്പക്കാരെന്ന് പറയുന്നത്. ഈ എൻ്റയർ ഗസ എപ്പിസോഡിൽ നമ്മൾ ഓർക്കേണ്ട 3 ജേർണലിസ്റ്റുകളുണ്ട്, 3 പ്രധാനപ്പെട്ട പേരുകൾ. അതിലൊന്ന് അനസ് ഷെരീഫ്, അൽ ജസീറ അറബിക്കിൻ്റെ ഗസ സിറ്റിയിലെ ലേഖകൻ. വായിൽ ദഹ്ദൂഹ് പറഞ്ഞാൽ ഇവരുടെ ബ്യൂറോ ചീഫായിരുന്നു, അൽ ജസീറ അറബിക്കിൻ്റെ ബ്യൂറോ ചീഫ്. 3-ാമത്തെ ആളാണ് സാലിഹ് ജഫ്രാവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വായിൽ ദഹ്ദൂഹ് സദേൺ ഗസയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് നമ്മൾ കാണണം,
പക്ഷേ കഴിഞ്ഞ വർഷത്തെ കേരള മീഡിയ അക്കാഡമി മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. വായിൽ ദഹദുവും പ്രായമുള്ള ആളാണ്, 55 വയസ്സ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ലൈവിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിയുടെ വീട്ടിൽ ബോംബിട്ട വാർത്ത അദ്ദേഹം അറിയുന്നത്. ആരോ വന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കൊടുക്കുന്നു. പിന്നെ പെട്ടെന്ന് നമ്മളത് ആ ലൈവ് കട്ടാവുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊല്ലപ്പെടുന്നുണ്ട്, 2 മക്കൾ കൊല്ലപ്പെടുന്നുണ്ട്, പിന്നെ ഒരു ഗ്രാൻഡ് സൺ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം ലൈവിൽ എഗൻ വരികയാണ്. ഭാര്യയുടെ മരണവും മക്കളുടെ മരണവും അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഭാര്യയുടെ ഈ ഫിണറൽ സർവീസസ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. 2-3 ആഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റായ മകനുണ്ട് ഹംസയും കൊല്ലപ്പെടും. ഹംസ ഈ പ്രസ് സ്റ്റിക്കർ ഒട്ടിച്ച് വാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വാനിൻ്റെ മുകളാണ് മിസൈൽ വന്ന് വീഴുന്നത്, കൊല്ലപ്പെടുന്നു. പിന്നെ ആക്രമണത്തിൽ വായിൽ ദഹദുവിന് പരിക്കുപറ്റുന്നു. ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ദോഹയിലേക്ക് മാറ്റുന്നു. അതുവരെ വായിൽ ദഹദു നിരന്തരമായിട്ട് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതാണ് അനസ് ബഷീർ അഗൈൻ ഈ പറയുന്ന സാലെ ജഫ്രാവിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അവന് 28 വയസ്സേ ഉള്ളൂ. അനസിൻ്റെ റിപ്പോർട്ടിനെ പ്രത്യേകിച്ചാൽ അനസ് നോർത്തേൺ ഗസയിൽ നിന്നാണ്. ആരും പോകാത്ത ഏറ്റവും അപകടകരമായ സ്ഥിതിയുള്ള ഡേഞ്ചറസ് സ്പോട്ട് എന്ന് പറയുന്നത് നോർത്തേൺ ഗസ സിറ്റിയിലാണ് ഇങ്ങനെ വീട്. അവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പല തവണ ഇസ്രായേൽ സൈനികർ അദ്ദേഹത്തിന് ഭീഷണി നൽകിയിട്ടുണ്ട്, കൊല്ലുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് സന്നദ്ധമായില്ല. നോർത്തേൺ ഗസയിൽ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഓർഡർ അത് അംഗീകരിച്ചില്ല. അങ്ങേരുടെ വീട് സമ്പൂർണ്ണമായി തകർക്കപ്പെടുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടിങ് തുടരുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അനസ് കൊല്ലപ്പെടുന്നത്. എവിടെ വെച്ചാണ്? അനസ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന അൽഷിഫ ഹോസ്പിറ്റലിൻ്റെ ഓരത്ത് ആ കോമ്പൗണ്ടിൽ ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനോട് ചേർന്ന് ഒരു ടെൻറ്റ് കെട്ടിയിട്ട് ആ ടെൻറ്റിലാണ് ലാപ്ടോപ്പൊക്കെ സജ്ജമാക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനാണ് അവിടെ ടെൻറ്റ് കെട്ടുന്നത്? അല്പം കൂടി സേഫായ ഒരു ഏരിയ, ഹോസ്പിറ്റലാണല്ലോ. പക്ഷേ അവിടേക്ക് ഒരു ടാർഗറ്റഡ് മിസൈൽ വരികയാണ്. അനസും 2-3 സഹപ്രവർത്തകരും കൊല്ലപ്പെടുന്നു. അങ്ങനെ അതേപോലെ അനസിനെ പോലെ വധഭീഷണി ഉണ്ടായിരുന്ന ആളായിരുന്നു ഈ സാലെ ജഫ്രാവി എന്ന് പറയും. സാലിനെ കൊല്ലാൻ പറ്റിയില്ല. അപ്പോൾ സാലെ നോക്കണം, യുദ്ധം തുടങ്ങി ഒന്നാം ദിവസം മുതൽ ഈ പറയുന്ന സീസ് ഫയർ ആകുന്നത് വരെയുള്ള എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും 765 ദിവസം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ സീസ് ഫയർ വന്നു, ഗാസ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കടക്കുന്നു. ആ സന്തോഷത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ധാരാളം അദ്ദേഹം ചെയ്യും. ഒരുപാട് റീലുകൾ അതിൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവേഴ്സുമായി ചേർന്ന്, അതേപോലെ അവിടുത്തെ ഫയർ വർക്കേഴ്സുമായിട്ട് ചേർന്നിട്ടുള്ള റീലുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊടുത്തന്നെ ഒരു രാത്രിയിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നു. ഇസ്രായേൽ 6ഓളം പ്രോക്സീസ് ഓക്സിലറി ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറേ മിലീഷ്യകൾ അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ആരോ ഇങ്ങനെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ട് ആ കൊലപാതകത്തിന് ഉത്തരവാദി അയാളെ ഹമാസ് വെടിവെച്ച് കൊന്നു എന്നുള്ള അൺവെരിഫൈഡ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിവേ ഈ പലസ്തീൻ വോയിസ് ലോകത്തിന് മുമ്പിൽ എത്തിക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച 3 ആളുകളിൽ ഏറ്റവും പ്രമുഖനായി രേഖപ്പെടുത്താൻ പറ്റും. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പലസ്തീനിൽ ഞാൻ നേരത്തെ ഒരു ഉമ്മയുടെ കഥ പറഞ്ഞില്ല, മക്കൾ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് മക്കൾ തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു. ഇതേപോലെ ഇന്ന് തിരിച്ചു വരേണ്ട ഒരാൾ ഈ പറയുന്ന സാലെ ജഫ്രാവിയുടെ അനുജനാണ്. നാജി ജഫ്രാവി 1 വർഷമായി ഇസ്രായേലി തടവറയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം സാലെ ജഫ്രാവി സ്വന്തം സഹോദരനെ സ്വീകരിക്കേണ്ട ദിവസമാണ്. അപ്പോൾ ഇവരുടെ ഉമ്മയുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഉമ്മ ഇന്നലെ വരെ മെനയാന്ന് വരെ ഉമ്മയുടെ ഇതെന്തായിരിക്കും? മകനെ സ്വീകരിക്കാൻ ആ ആഹ്ലാദത്തിലായിരിക്കും. പക്ഷേ പൊടുന്നതിനൊരു ദിവസം എന്താകുകയാണ്? മകൻ സ്വീകരിക്കപ്പെടുന്ന ദിവസം തന്നെ മറ്റൊരു മകൻ കബറിടത്തിലേക്ക് പോവുകയാണ്. ഇത് ഗസയിൽ നിന്ന് മാത്രം നമുക്ക് കേൾക്കുന്ന ഞാൻ ആ വാക്ക് ഒരു സർറിയൽ റിയാലിറ്റി എന്ന് പറയാവുന്ന അസാധാരണമായുള്ളതാണ്. പക്ഷേ ഈ നമ്മൾ കാണേണ്ടത് ഗസയിലെ ജേർണലിസ്റ്റുകൾ, ലോകത്തെങ്ങുമുള്ള ജേർണലിസ്റ്റുകൾക്ക് പാഠമാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. 272 ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. പ്യുവർ ജേർണലിസ്റ്റുകൾ, ജേർണലിസം റിലേറ്റഡ് ആയത് ക്യാമറാമാൻമാരായിട്ടോ എഡിറ്റേഴ്സോ വീഡിയോ എഡിറ്റേഴ്സോ ഒക്കെ ഉള്ള 272 ആളുകൾ. സാലെ ജഫ്രാവിയോ കൊല്ലപ്പെടുന്നതോടെ 272 ആളുകൾ കൊല്ലപ്പെടുന്നു മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ. അപ്പോൾ അത് ഒരു സിംഗിൾ ഇവൻറ്റിൽ ഇത്രയധികം മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്ന ഒരു സെനാരിയോ ലോകത്താദ്യമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇവിടെ കാണേണ്ടത് ഇസ്രായേൽ എന്തിനാണ് ഇവരെ കൊല്ലുന്നത്? ഇസ്രായേൽ ഗസയിലെ ജേർണലിസ്റ്റുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ നമ്മൾ കാണണം. ഒന്ന്, അവിടെയുള്ള ജേർണലിസ്റ്റുകളെ കൊല്ലുക. അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് ശരിയായ വിധം റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ കൊല്ലുക. അവിടെയുള്ള ജേർണലിസ്റ്റുകളിലും ഹമാസിൻ്റെ ആളുകളാണ് നമ്മൾ ദ്രോഹത്ത്. ഓക്കെ, അത് ഹമാസിൻ്റെ ആളുകളാണെന്ന് എന്നുള്ള ഇസ്രായേലി വാദം അംഗീകരിച്ചാൽ ഇസ്രായേലിന് ഒരു കാര്യം ചെയ്യാം, ഇൻ്റർനാഷണൽ ജേർണലിസ്റ്റുകൾ അവിടെ അനുവദിക്കണമല്ലോ. അത് ഇസ്രായേൽ അനുവദിക്കുന്നുമില്ല. ലോകത്തുള്ള എല്ലാ മീഡിയ ഓർഗനൈസേഷനും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അനുവദിക്കുന്നു. ഇസ്രായേൽ അനുവദിക്കുന്നില്ല.
അപ്പോൾ അന്താരാഷ്ട്ര ജേർണലിസ്റ്റുകളെ പോകാൻ അനുവദിക്കാതിരിക്കുക, അവിടെയുള്ള ജേർണലിസ്റ്റുകളെ ഹമാസിൻ്റെ ആളുകളാണെന്ന് മുദ്ര കുത്തുക, പരമാവധി കൊല്ലാവുന്നിടത്തോളം ജേർണലിസ്റ്റുകളെ കൊല്ലുക. ഈ ത്രിമുഖ പദ്ധതിയാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവിടെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നു, അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്യുന്നു, ജേർണലിസ്റ്റുകളെ കൊല്ലുന്നു, പുറത്തുള്ള ജേർണലിസ്റ്റുകളെ അകത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല. ഹമാസ് പ്രൊപ്പഗാൻഡയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിരന്തരം പ്രചരിപ്പിക്കുന്നു. എന്നിട്ടും എന്താ ഉണ്ടായത്? എന്നിട്ട് ഇതിന് രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ. എന്തുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയില്ല? സത്യത്തെ കുഴിച്ചു മൂടുക എന്നുള്ള, ആളുകളെ കൊന്നതുകൊണ്ട്, ആളുകളെ ഇല്ലാതാക്കിയതുകൊണ്ട്, നുണ പറഞ്ഞതുകൊണ്ട് സത്യമില്ലാതാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് സാലേഹ് ജഫ്രാവി. ആ നിലക്കാണ് ഓർമ്മിക്കപ്പെടുക. ഒരു ഏറ്റവും അഡ്വേഴ്സ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ജേർണലിസം കരിയർ ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ജേർണലിസത്തെ ഈ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോയതെന്നതിൻ്റെ വലിയൊരു മാതൃകയാണ് മനുഷ്യൻ.